പക്ഷേ ശ്രീ വി കെ സനോജ്, നിങ്ങളെ സംബന്ധിച്ച് വലിയ തീരുമാനത്തിൽ വലിയ നൂലാമാലകളില്ല. ദേശീയ പാർട്ടി എന്നതിന്റെ കാര്യം രാജു പി നായർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ സമരാഗ്നി ജാഥ, അത് നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു ജാഥയാണ്. അവരത് തുടങ്ങിയതാ നാളെ തിരുവനന്തപുരത്ത് സമാപിക്കാനിരിക്കുന്നേ ഉള്ളൂ. ആ ഒരു ജാഥ നടന്നു വരുന്നു. അതിന്റെയൊക്കെ പ്രോസസ്സുകളുണ്ട്. അത് നേരത്തെ തീരുമാനിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജാഥയാണ്. നിങ്ങൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയാനുള്ള സാഹചര്യമില്ലല്ലോ. ഇന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് സമരാഗ്നി ജാഥ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത കാരിരുമ്പ് പോലെ കോൺഗ്രസിനെ ശക്തമാക്കിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അവര് ജാഥ നടത്തുന്നു, ജനങ്ങളെ കാണുന്നു, ജനങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. അതിനുശേഷം അവരുടെ പ്രോസസ്സിലൂടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വരും. അവരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു എന്നതൊരു പ്രശ്നമായി അവർ കാണുന്നില്ല. അല്ല, അവര് പ്രഖ്യാപിക്കാത്തതും ഒരു പ്രശ്നമായിട്ട് കേരളത്തിലെ ജനങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരുടെ സമരാഗ്നി ജാഥ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുക്കുകയല്ല, അവര് പച്ചത്തെറിയിലാണ് സ്ഫുടം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് സമരാഗ്നി ജാഥയിലൊന്നും അന്തസ്സുള്ള കോൺഗ്രസ്സുകാരൊന്നും പോകുന്നില്ല. ഇന്നലെ തന്നെ ഒഴിഞ്ഞ കസേരകളുടെ നിരവധി ചിത്രങ്ങൾ നമ്മൾ കാണുകയാണ്. ഇപ്പൊ ഇതൊക്കെ നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് സമരാഗ്നി ജാഥയൊന്നും കേരളത്തിലെ ഒരു ജനങ്ങളുടെയും സമരാഗ്നി ജാഥയൊന്നും ഒരു എന്താ പറയാ ഒരു തരത്തിലും വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിന്റെ പേരിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയം ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്നതും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, കേരള ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ശരി, എന്തായാലും ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വി കെ സനോജ് വരുന്നില്ല. ഞങ്ങൾ മാധ്യമങ്ങളെ അവിടെ പ്രവേശിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ നിന്ന് കടപ്പുറത്ത് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മാധ്യമങ്ങൾ. അതുകൊണ്ട് അവിടെ എന്ത് നടക്കുന്നു, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി നൽകുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകണം. അതെ, ഞാൻ ഡോക്ടർ ജി ഗോപകുമാർ